തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച നിയുക്ത എം.എൽ.എ. സി.കെ. കാസിമിന് യു.ഡി.എഫ് വിജയാഘോഷവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മുക്കം ഒ.എസ്.എ. ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ നിയുക്ത എം.എൽ.എക്ക് നൂറുകണക്കിന് യു.ഡി.എഫ് പ്രവർത്തകർ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി. കനത്ത വേനൽ മഴയും വരവേൽപ്പിന് ആവേശമാക്കി. ചടങ്ങിൽ യു.ഡി.എഫ് വർക്കിംഗ് ചെയർമാൻ കെ.ടി. മൻസൂർ അധ്യക്ഷത വഹിച്ചു. നിയുക്ത എം.എൽ.എ. സി.കെ. കാസിം മുഖ്യപ്രഭാഷണം നടത്തി. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നടത്തിയിട്ടുള്ളത്. 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 5 ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുക്കം മുനിസിപ്പാലിറ്റിയിലും പ്രതിപക്ഷത്താണെങ്കിൽ കൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അത്യാവശ്യം മെമ്പർമാരുള്ള കൗൺസിലർമാരുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതല്ല ഞാൻ സൂചിപ്പിച്ചത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏതെങ്കിലും പ്രശ്നങ്ങൾ തീർക്കുവാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സമയം കളയേണ്ടി വന്നില്ല എന്ന് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആദ്യ അവലോകന യോഗത്തിൽ ദേശീയ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ബാബുമാഷ്, അതോടൊപ്പം തന്നെ ഹുസൈൻകുട്ടി സംസാരിക്കുന്ന എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു. അത്തരത്തിലുള്ള ഒരു നല്ല രൂപത്തിൽ എല്ലാവരും ഇറങ്ങിയുള്ള പ്രവർത്തനം നടത്തിയതിന്റെ പരിണതഫലമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ തിരുവമ്പാടിയിലെ വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനറൽ കൺവീനർ വി.കെ. ഹുസൈൻകുട്ടി, വി.ഡി. ജോസഫ്, ഹെലൻ ഫ്രാൻസിസ്, എം.ടി. അഷ്റഫ്, അന്നമ്മ മാത്യു, പി.സി. മാത്യു, പി.ജി. മുഹമ്മദ്, കെ.സി. രാജുദ്ദീൻ, സി.എ. മുഹമ്മദ്, ടി.ജെ. റോയ്, അബ്ദു കോയങ്ങോടൻ, യൂനുസ് പുത്തലത്ത്, മജിദ് പുതുക്കുടി, കെ.പി. അബ്ദുറഹിമാൻ, എം.പി. സെയ്ദ് ഫസൽ, അംബിക മംഗലത്ത്, വി.എ. നസീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിലെത്തിയവർക്ക് സുഭിക്ഷമായ ഭക്ഷണവും നൽകി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.